ഹലോ നമസ്കാരം. എൻ്റെ പേര് ഷാക്കിർ എന്നാണ്. എൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ തിരുനാവായ സ്വദേശിയാണ്. നമുക്കറിയാം ഇന്ന് ഓക്സിജനോ എന്നുള്ള കമ്പനിയിൽ പാർട്ട്നേഴ്സായിട്ടുള്ള ഒരുപാട് വ്യക്തികൾപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ഇന്ന് നമുക്ക് ഒരുപാട് ഷോപ്പുകളുമായിട്ട് ഓക്സിജനോ എന്ന കമ്പനി ചാനൽ പാർട്ട്നേഴ്സായിട്ട് ഷോപ്പുമായി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വ്യക്തികളുടെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് പർച്ചേസിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ നമ്മുടെ ബില്ല് എങ്ങനെ ആഡ് ചെയ്യാം, നമുക്ക് എങ്ങനെ സ്കാനിങ് ചെയ്യാം എന്നുള്ളതാണ്. അതൊരു ഉദാഹരണത്തിന് ഞാനിന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു തരാം. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഓക്സിയിൽ ഒരു കസ്റ്റമർ ആവുന്ന സമയത്ത് നമുക്കൊരു ഐഡിയും പാസ്വേഡ് ഉണ്ടാവും. ഈ ഒരു ഐഡിയും പാസ്വേഡ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് മൂന്നാമതായിട്ടുള്ള ഓപ്ഷൻ ഡയറക്റ്റ് സെല്ലർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ ചോദിക്കുന്ന നമ്മുടെ യൂസർ നെയിമും പാസ്വേഡാണ്. ആ യൂസർ നെയിമും നമ്മൾ പാസ്വേഡും അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മുടെ പ്രൊഫൈൽ വരും. ഈ ഒരു പ്രൊഫൈലിൻ്റെ നമ്മൾ പേര് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിന് നേരെ തൊട്ട് താഴെ തന്നെ നമുക്ക് ID QR കോഡ്, അതേപോലെ CP എന്ന് പറഞ്ഞ അഞ്ചാമതായിട്ടുള്ള CP എന്നുള്ള ഓപ്ഷൻ നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസിംഗ് ചെയ്ത എത്ര രൂപക്കാണോ പർച്ചേസിംഗ് ചെയ്യുന്നത് ആ ഒരു ബില്ല് നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ബില്ല് നിർബന്ധമായിട്ടും വാങ്ങണം. ആ ഒരു ബില്ല് എമൗണ്ട് നമ്മൾ അവർക്ക് ക്യാഷ് ആയിട്ട് ഗൂഗിൾ പേ നമ്മൾ അവർ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ബില്ല് നമുക്ക് ആ ഒരു ആഡ് ബില്ല് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ മൂന്നാമതായിട്ടുള്ള ഓപ്ഷനായിട്ടുള്ള ആഡ് ബില്ല് എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം തന്നെ ചോദിക്കുന്നത് CP ID ആണ്. അപ്പോൾ നമ്മൾ ഏത് ഷോപ്പായിട്ടാണ് ടൈപ്പ് ചെയ്യുക, ആ ഒരു ഷോപ്പിന് ഒരു ID ഉണ്ടാവും. ആ ഒരു ID നമ്പർ നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടിൽ ഉള്ള ഒരു മിൽമ സ്റ്റോർ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് CP ID ആണ്. ആ ID കൊടുത്തതിന് ശേഷം പിന്നീട് ചോദിക്കുന്നത് ബിൽ നമ്പറാണ്. നമ്മുടെ കയ്യിലുള്ള ആ ഒരു നമ്മൾ കൊടുത്തുള്ള എമൗണ്ടിലെ ആ ബിൽ നമ്പറിൻ്റെ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ കാണിക്കും, ഷോപ്പ് നെയിം കാണിക്കുന്നുണ്ട്, മിൽമ സ്റ്റോർ ഓണർ നെയിം കാണിക്കുന്നുണ്ട്, ഡിസ്ട്രിക്ട് ഏതാണെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റർ എമൗണ്ട് എന്നുള്ളത് നമ്മൾ എത്ര രൂപക്കാണോ പർച്ചേസ് ചെയ്തത് ആ ഒരു എമൗണ്ട് നമ്മൾ അവിടെ കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ആഡ് ബില്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഒന്ന് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറക്റ്റ് ഇങ്ങനെ കാണിക്കും. ഇതിന് ശേഷം കൺഫേം ബില്ല് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കും. ഒന്ന് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് സക്സസ്ഫുള്ളി ആയി കഴിഞ്ഞാൽ ഈ ഒരു ഷോപ്പിലേക്ക് ഏത് ഷോപ്പിൽ നിന്നാണോ പർച്ചേസ് ആ ഒരു ഷോപ്പിൻ്റെ ഓണറിൻ്റെ ഫോണിലേക്ക് ഒരു കൺഫർമേഷൻ അവിടെ പോകുന്നതാണ്. ആ ഒരു വ്യക്തി അതിൻ്റെ ഓണർ അതിന് കൺഫേം ചെയ്ത് ഇത്ര രൂപേൻ്റെ പർച്ചേസിംഗ് ഓക്സിയിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ആ സമയം തന്നെ നമുക്കത് നമ്മൾ പർച്ചേസിങ്ങിൻ്റെ ഒരു വരുമാനമായിട്ട് നമുക്ക് അവിടെ കിട്ടാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് QR കോഡ്, നമ്മൾ ഓക്സിയുമായി ടൈപ്പ് ചെയ്ത എല്ലാ ഷോപ്പുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, QR കോഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ QR കോഡ് വഴിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ QR കോഡ് സ്കാനർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്കാനിങ് ചെയ്യാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മിൽമ സ്റ്റോർ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു സ്കാനർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു സ്കാനർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. ഇവിടെ നമുക്ക് CP ID ഓൾറെഡി നമുക്ക് അതിൽ കിട്ടും. അതിൻ്റെ ശേഷം നമ്മൾ ആ ബില്ലുള്ള ആ ഒരു നമ്പർ നമ്മൾ അവിടെ കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു എന്താണോ അതേ പ്രോസസ്സിങ്ങിനെ നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ആഡ് ബില്ല് എന്ന് കൊടുക്കുക, ഒന്ന് കൺഫേം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് അവരെ ഫോണിലേക്ക് പോകും. അവരത് നോക്കിയിട്ട് എന്ത് ചെയ്യണം, അതിന് ഓക്കെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ അതൊരു നമ്മളിലേക്ക് ഒരു വരുമാനമായിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് ബിൽ വ്യൂ എന്ന് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡേറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത ഡേറ്റ് നമ്മൾ കറക്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളവിടെ പർച്ചേസിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡേറ്റ് 13/1/2025 നമ്മൾ പർച്ചേസിംഗ് ചെയ്തു. ഇവിടെ നമ്മൾ ഇത്ര രൂപക്കാണ് പർച്ചേസിംഗ് ചെയ്യുന്നത്, ഒന്ന് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരേ ബില്ല് ഞാൻ 2 തവണ ഞാൻ കൊടുത്ത സമയത്ത് അവിടെ ഒന്ന് റിജക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കൺഫേംഡ് കൊടുത്ത സമയത്ത് അതിൻ്റെ ഒരു ഇൻകം നമുക്ക് വരും. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് പർച്ചേസിംഗ് ചെയ്യാനുള്ള ഒരു അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഓക്സിയുടെ ഈ ഒരു അവസരം മനസ്സിലാക്കുക. എല്ലാവരും വലിയൊരു രീതിയിലുള്ള ഒരു വിജയത്തോടെ നമ്മുടെയൊക്കെ ചിലവുകളെ നമുക്ക് വരുമാനമാക്കി മാറ്റാനുള്ള ഒരു സൂപ്പർ അവസരമായിട്ടുള്ള ഈ ഓക്സിനോ എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കുക. എല്ലാവരും വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ നമസ്കാരം. എൻ്റെ പേര് ഷാക്കിർ എന്നാണ്. എൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ തിരുനാവായ സ്വദേശിയാണ്. നമുക്കറിയാം ഇന്ന്